കൽക്കണ്ടപ്പൊടി MDMA ആണെന്ന് തെറ്റിദ്ധരിച്ച് പോലീസ് പിടികൂടിയതിനെ തുടർന്ന് നിരപരാധികളായ യുവാക്കൾ 150 ദിവസം ജയിലിൽ കഴിഞ്ഞ സംഭവം അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം. മനുഷ്യാവകാശ പ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ കൊളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. കോളിച്ചാൽ ചെരുമ്പച്ചാൽ സ്വദേശി ബിജു മാത്യു, കണ്ണൂർ വാരം സ്വദേശി മണികണ്ഠൻ എന്നിവരാണ് നടക്കാവ് പോലീസിന്റെ അനാസ്ഥയിൽ 5 മാസം ജയിലിൽ കിടന്നത്. മയക്കുമരുന്നല്ലെന്ന് ആവർത്തിച്ചെങ്കിലും പോലീസ് ചെവിക്കൊണ്ടില്ലെന്ന് ബിജു മാത്യു പറഞ്ഞു. നാട്ടിലിറങ്ങി പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ആൾക്കാർ മുമ്പിലും കൂട്ടുകാർ മുമ്പിലും ഒരു പരിഹാസപാത്രമായിട്ട് ഞാൻ മാറിയിരിക്കുക. കാരണം ഈ നാട്ടിൽ നമ്മുടെ മലയോര ഏരിയ ആണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, മലയോര ഏരിയ ആണ്. ഈ നാട്ടിലെ ആദ്യത്തെ ഒരു കേസാന്ന് തോന്നുന്നു MDMA കേസിൽ ഞാൻ പോയി കിടക്കുന്നത്. അപ്പം മൊത്തത്തിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ഗ്രൂപ്പുകളുണ്ടായിരുന്നു. എല്ലാം മൊത്തത്തിൽ ക്യാൻസലാക്കി. എല്ലാം അവരവസ്ഥ. ഇപ്പോൾ മൊബൈലിലാണെങ്കിൽ ഇപ്പോൾ 2-3 പേരെ നമ്പർ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ബന്ധം പോലും എനിക്കില്ല. നിരപരാധികളെ പിടിച്ചിട്ട് ഉള്ളിയിട്ട് 110 ദിവസം ഇട്ട് തന്നെ അവർക്ക് എന്ത് നേട്ടം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കസ്റ്റഡിയിൽ എടുത്തിട്ട് ഞങ്ങൾ തെളിവെടുപ്പിനായിട്ടൊക്കെ കൊണ്ടുവന്നായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഇവർക്ക് രാസപരിശോധന ഏതെങ്കിലും ഒരു തഹസിൽദാരോ അല്ലെങ്കിൽ ഗസ്റ്റ് ഓഫീസർമാർ വലിയ ഓഫീസറുടെ സാന്നിധ്യത്തിൽ അവരത് ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കോടതിയിൽ സമർപ്പിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ ആ 13-14 ദിവസം ഞങ്ങളെ കോടതി വെറുതെ വിടുമായിരുന്നു. KV ബൈജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, നിരപരാധികളായ 2 പേർ 5 മാസമാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന് കേസിൽ അകപ്പെടേണ്ടി വന്നത്. അവരുടെ ജീവിതം തന്നെ എത്രത്തോളം മോശമായ രീതിയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. 5 മാസം എന്നതിനപ്പുറം ഒരു ദിവസമാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഗുരുതരമായ ഒരു അനാസ്ഥ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പ്രാഥമികമായും ഇത്തരത്തിലൊരു കേസ് വരുമ്പോൾ അതിന്റെ രാസപരിശോധന നടത്തുക എന്നുള്ളതാണ്. അവരുടെ കൈവശം മയക്കുമരുന്ന് എന്ന തരത്തിൽ അവർ സംശയിക്കുന്ന ഒരു വസ്തു കണ്ടെത്തിയാൽ അതിന്റെ രാസപരിശോധന നടത്തുക എന്നുള്ളതാണ് പ്രാഥമികമായും ചെയ്യേണ്ടത്. ഇവിടെ അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഗുരുതരമായ ക്രൂരമായ ഒരു അനാസ്ഥ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ആര്യ, തീർച്ചയായും 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആപ്തവാക്യമെങ്കിൽ അത് ചില പോലീസുകാർക്ക് ഇപ്പോഴും ബോധ്യമില്ല, അതല്ലെങ്കിൽ നടപ്പിലാക്കുന്നില്ല എന്ന് വേണം ഈ സംഭവത്തെ കാണാൻ. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 151 ദിവസമാണ് ഈ നിരപരാധികളായ 2 പേർ ഇത്തരത്തിൽ ജയിലിൽ കിടക്കേണ്ടി വന്നത്. എന്നാലും കുട്ടികൾക്ക് കൊണ്ടുവന്ന കൽക്കട്ട പൊടിയായിരുന്നു മയക്കുമരുന്ന് MDMA ആണെന്ന് പറഞ്ഞ് ഈ പോലീസ് പിടികൂടുകയും പിന്നീട് ഇത്തരത്തിൽ ജയിലിൽ കഴിയേണ്ട ഒരു അവസ്ഥയും അവർക്ക് വരുന്നത്. ഈ നടക്കാവ് പോലീസാണ് ഇത്തരത്തിലൊരു നടപടി കഴിഞ്ഞ വർഷം നവംബറോടുകൂടി നടത്തിയത്. ഇവർ ഈ ഡ്രൈവർമാരാണ്, നേരത്തെ ബസ് ഡ്രൈവറായിരുന്നു ഇവർ. ഒരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയത്താണ് ഈ കുട്ടികൾക്കായി കൽക്കട്ടപ്പൊടി വാങ്ങിയിരുന്നത്. അതായത് കോളിച്ചാൽ സ്വദേശി ബിജു മാത്യു, ഒപ്പം കണ്ണൂർ വാരം സ്വദേശി മണികണ്ഠൻ, ഈ 2 പേർക്കാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. എന്തായാലും ഈ രാസപരിശോധനാ ഫലം വരാൻ 5 മാസം വേണ്ടി വന്നു. ആ പരിശോധനാ ഫലം വന്നതോടുകൂടി ഇത് കൽക്കണ്ട പൊടിയാണ്, ഇത് MDMA അല്ല എന്ന് തെളിയുകയായിരുന്നു. പിന്നീടാണ് കോടതി സ്വന്തം ജാമ്യത്തിൽ ഇവരെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ കേസ്, ഈ സംഭവം ന്യൂസ് 18 ഇന്നലെ ആദ്യം പുറത്തു കൊണ്ടുവന്നത്. പിന്നീട് ഈ സംഭവത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകനും അതുപോലെ തന്നെ അഭിഭാഷകനുമായ ഈ കൊളത്തൂർ സ്വദേശി ഇടപെടുകയും പിന്നീട് മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് ഒരു പരാതി നൽകുകയും അതേ തുടർന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് DGPയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇവർ അനുഭവിച്ച ഈ വേദന 151 ദിവസം ഇവർക്കിപ്പോൾ ഒരു ജോലി പോലും ലഭിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്രത്തോളം ആളുകളിൽ നിന്നും ഇവർക്ക് വലിയ തോതിൽ അപമാനം നേരിടേണ്ടി വന്നു. അതുതന്നെയാണ് ഈ ബിജു ഇന്നലെ ന്യൂസ് 18നോടും വ്യക്തമാക്കിയത്. എന്തായാലും ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇവർ പലതവണ, അതായത് 14 ദിവസമായിരുന്നു ആദ്യം ഇവർ റിമാൻഡ് ചെയ്തിരുന്നത്. ആ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് കോടതിയിലെത്തിയപ്പോഴും പോലീസുകാരോട് ഇവർ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു, ഇത് മയക്കുമരുന്നല്ല, ഇത് കൽക്കണ്ട പൊടിയാണ്, കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതൊന്നും ഇവർ കേൾക്കാൻ, ചെവി കൊള്ളാൻ തയ്യാറായില്ല, പോലീസ് തയ്യാറായില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ അനാസ്ഥയുണ്ടായിരിക്കുന്നു. 2 നിരപരാധികൾക്ക് ഇത്തരത്തിൽ 5 ഇത്തരത്തിൽ ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു തങ്ങളുടെ കയ്യിലുള്ളത് മയക്കുമരുന്നല്ല, കൽക്കണ്ട പൊടിയാണ് എന്നുള്ളത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥർ അത് ചെവിക്കൊള്ളാനോ വേണ്ട വിധത്തിൽ പരിശോധിക്കാനോ മുതിരാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ രാസപരിശോധനയ്ക്ക് അപ്പുറം കൽക്കണ്ടപ്പൊടിയൊക്കെ പോലീസുകാർക്ക് അനായാസം കണ്ടെത്തി മനസ്സിലാക്കാവുന്നതേല്ല ഉള്ളൂ. മാത്രമല്ല, ഇനി രാസപരിശോധനാ ഫലം കാത്തിരിക്കുന്ന വേളയിലാണെങ്കിൽ പോലും ഇതിന്റെ ഒരു നിയമവ്യവസ്ഥ അത് എങ്ങനെയാണ്? നിരപരാധികളായിട്ടുള്ള ആളുകളെ എല്ലാം ഇത് അത്തരത്തിൽ നെഗറ്റീവായി ബാധിക്കില്ലേ? ഈ പരിശോധനാ ഫലം വരുന്നത് വരെ അവർ റിമാൻഡിലാകേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ രാസപരിശോധനാ ഫലത്തിൽ പൊതുവേ ഉള്ള ഒരു കാലതാമസമാണോ? എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അത് ഏത് തരത്തിലാണ് നിലനിൽക്കുന്നത്? ബൈജു.
ആര്യ, തീർച്ചയായും ഈ കേസിൽ ഈ കോഴിക്കോട് നർക്കോട്ടിക് സെല്ലാണ് ഇത് ആദ്യം പരിശോധിക്കുന്നത്. ഒരു പക്ഷേ വളരെ വേഗം പ്രാഥമികമായി തന്നെ ഇത് MDMA ആണോ അതല്ല മറ്റ് വസ്തുക്കളാണോ എന്ന് കണ്ടെത്താൻ പറ്റും. പക്ഷേ അതിനൊന്നും ഈ പോലീസ് ശ്രമിച്ചില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ഈ സാധനം പിടികൂടിയും 58 ഗ്രാം ആയിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അത് MDMA ആണെന്ന് ഇവർ ഉറപ്പിക്കുകയും പിന്നീട് നിയമ നടപടിയിലേക്ക് കടക്കുകയുമായിരുന്നു. ഒരു അഭിഭാഷകരെ പോലും ലഭിക്കാത്ത സാഹചര്യം ഇവർക്കുണ്ടായിരുന്നു. അവസാനം കോടതിയാണ് ഇവർക്ക് അഭിഭാഷകരെ നൽകുന്ന സാഹചര്യം ഉണ്ടായത്. അത്രത്തോളം ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു കോളിച്ചാൽ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലയിലുള്ള ഒരു ഗ്രാമമാണ്. ഇവിടെ നിന്നും കോഴിക്കോട് നിന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് വീട്ടുകാരോ മറ്റോ അറിയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ ഒരു വളരെ നീണ്ട കാലം ഒരു ജയിലിൽ കിടക്കേണ്ട അവസ്ഥ. എന്തായാലും MDMA പോലുള്ള മാരക മയക്കുമരുന്നിനെതിരെ നടപടി കർശനമാക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ അപ്പോഴും അത് വളരെ സൂക്ഷ്മതയോടുകൂടി ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ നിരപരാധികൾ ഈ ജയിലിൽ കിടക്കേണ്ട അല്ലെങ്കിൽ ഈ കേസിൽ അകപ്പെടുന്ന ഒരു രീതി ഉണ്ടാകരുതെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇവർക്ക് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇവർക്കുള്ളത്. അതായത് ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ഇവർക്ക് ആരും ജോലി നൽകുന്നില്ല. നേരത്തെ ബസ് ഡ്രൈവർ ആയിരുന്നു ഈ ബിജു പറയുന്നത് ഇപ്പോൾ തനിക്ക് ജോലിയില്ല, തനിക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരിക്കുന്നു. ഇനിയെങ്കിലും ഇവർക്ക് നീതി ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇവർ പങ്കുവെക്കുന്നതും. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ക്രൂരമായ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് നടന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഒരു അഭിഭാഷകനെ പോലും ലഭ്യമാക്കാൻ അതിനുള്ള സാഹചര്യമോ അല്ലെങ്കിൽ അതിനുള്ള നിയമസഹായമോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് ലഭിച്ചില്ല. വളരെ നിസ്സാരമായി കണ്ടെത്താൻ കഴിയുമായിരുന്നു അത് കൽക്കണ്ടപ്പൊടിയായിരുന്നു എന്നുള്ളത്. അത് ഇവർ നിരന്തരം പറഞ്ഞിട്ടും അത് ചെവിക്കൊണ്ടില്ല. അത്തരത്തിൽ നിസ്സാരമായി കണ്ടെത്താൻ കഴിയുന്ന ഒരു വിഷയത്തിലാണ് അവർ ഇത്രത്തോളം വലിയ അനാസ്ഥ നടത്തിയിട്ടുള്ളത്. എന്തായാലും തക്കതായ ശിക്ഷ ഈ അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥരും നേരിടേണ്ടി വരണം. കാരണം അവർക്കിപ്പോൾ ജീവിതം പോലും വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്കുണ്ടായ മാനഹാനി, അവർക്ക് നഷ്ടമായ ദിവസങ്ങൾ, അതൊന്നും തിരിച്ചു കൊടുക്കാൻ എന്തായാലും ആർക്കും സാധിക്കില്ല. എന്തായാലും ന്യൂസ് 18 ഈ വിഷയത്തിൽ ഇടപെട്ടതിന് പിന്നാലെയാണ് മനുഷ്യാവകാശ പ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ കൊളത്തൂർ സ്വദേശി ജയ്സിംഗ് ഈ വിഷയത്തിൽ ഇടപെടുന്നതും മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതും. ഇപ്പോൾ ഇവരുടെ നിയമ പോരാട്ടത്തിന് കരുത്താകും വിധം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നതും.